നിനക്ക് ഈ സ്റ്റിച്ചിങ്ങിലൊക്കെ നല്ല കഴിവുണ്ടല്ലോ, നിനക്കിതൊരു ബിസിനസ്സാക്കി തുടങ്ങിക്കൂടെ? എടി ഞാൻ തമാശ പറഞ്ഞല്ല, ഞാൻ കാര്യമായിട്ട് പറയാം. നീ ഇടുന്ന ഡ്രസ്സൊക്കെ എന്താ അടിപൊളിയാണ്. ഇത് നീ തന്നെ ഫാബ്രിക് സോഴ്സ് ചെയ്ത് ഡിസൈൻ ചെയ്ത് നീ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതല്ലേ. എടി ഇത് ബിസിനസ്സാക്കിയാൽ നിനക്ക് നല്ല ഇൻകം കിട്ടും. ഞാൻ കാര്യമായിട്ട് പറയാം, നിനക്കിതൊക്കെ ചെയ്തുകൂടെ? എനിക്കൊന്നും ഇങ്ങനത്തെ കഴിവൊന്നുമില്ല, നിനക്ക് കഴിവുണ്ടല്ലോ. എടി നീ ഇന്നലെ ഇട്ട വീഡിയോ ഇല്ല, അത് നല്ല വീഡിയോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനിയും വീഡിയോസ് ചെയ്യണം കേട്ടോ. ലൈക്കും വ്യൂ ഒക്കെ കിട്ടിക്കോളും, അത് പിന്നെ. ഇപ്പം നീ വീഡിയോസ് സ്ഥിരമായിട്ടിട്, നല്ല വീഡിയോസാണ്. പിന്നെ നല്ലോണം എഫേർട്ട് ഇടുന്നുണ്ടല്ലോ നീ, നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് നല്ല ഇഷ്ടം നിൻ്റെ വീഡിയോസ്, ഞാൻ കാത്തിരിക്കും നിൻ്റെ വീഡിയോസിന് വേണ്ടിയിട്ട്. ബാക്കിയുള്ളവർ പറയുന്നത് നീ നോക്കാനേ നിൽക്കണ്ട, നീ നിൻ്റെ ഇഷ്ടമുള്ള പോലെ വീഡിയോസൊക്കെ ചെയ്യും. സ്ഥിരമായിട്ട് ചെയ്താൽ നിനക്ക് നല്ല റീച്ച് കിട്ടും, ഉറപ്പാണ്. ആനുവൽ ഡേക്ക് വെൽക്കം ഡാൻസ് ചെയ്യാൻ ഒരാൾ വേണമല്ലോ. ഇവിടെ നല്ലോണം ഡാൻസ് കളിക്കും. ഇടി എനിക്ക് മിസ്സേ, ഇവിടെ നല്ലോണം ഡാൻസ് കളിക്കും. ഇവിടെ 8-9 വർഷം ഡാൻസ് പഠിച്ചതാ, ഇപ്പം മടിയായിട്ട് വെറുതെ ഇരിക്കുന്നതാ. ഇവിടെ നല്ലോണം കളിക്കും, ഇവള് ചെയ്തോളും, ഇവള് ചെയ്യും. എനിക്ക് എടി അവിടെ താഴെ ഡ്രാമ കമ്മിറ്റിയിലെ നാടകത്തിൽ അഭിനയിക്കാൻ ആൾക്കാരെ വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ നിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. എന്തിനാ കൊടുത്തെന്നോ? നീ അഭിനയിക്കുന്നതല്ലേ, നിനക്ക് ഇഷ്ടമല്ലേ, പോയി ചെയ്യേ. എടി എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റൂല, എനിക്ക് ഇതിൻ്റെ കഴിവില്ല. നിനക്ക് കഴിവുണ്ടല്ലോ, നീ പോയി ചെയ്യേ. ആ ശരി ഇപ്പോൾ